പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ ഫയർ വുമൺ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ചധികം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഒഴിവുകൾ 175, എന്നിട്ട് മനക്കമില്ലാതെ JHIയുടെ റാങ്ക് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിനകത്ത് ഓൾറെഡി ഗ്രേഡ് 1-നകത്തുള്ളവരുടെ പ്രൊമോഷനിലേക്കുള്ള പ്രശ്നങ്ങൾ കാരണമാണ് നിലവിൽ നമ്മുടെ വേക്കൻസീസ് ഇതുവരെ ഫില്ല് ചെയ്യാതെ അവർക്ക് അപ്പോയിൻമെൻറ്റ്സ് അയക്കാത്തത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ സ്ഥാനക്കയറ്റത്തിലെ ആമാന്തം ആണ് നിയമനത്തിന് തടസ്സം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് നിലവിൽ ഇപ്പോൾ നിയമന ശുപാർശകൾ പോയിട്ടുള്ളത് 311 പേർക്ക് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും എത്രത്തോളം വേക്കൻസീസാണ് ഉള്ളതെന്നും തൊഴിൽ വീതിക്കകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ അർഹതാ ലിസ്റ്റിൽ 2030 പേരുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാം ഒരു ഡിഗ്രി പ്രിലിമിനറിയുടെ എക്സാമിൻ്റെ കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷ. പക്ഷേ പ്രിലിമിനറി പരീക്ഷ ആയിട്ട് കൂടെ തന്നെ നിലവിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 53.15 മാർക്കാണ് അല്ലേ. 53.15 നമ്മളാരും ഇത് പ്രതീക്ഷിച്ചില്ലേ. നമുക്ക് കട്ട് ഓഫ് ഇത്രത്തോളം ഉയരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും 2030 പേര് നിലവിൽ ഈ ഒരു ലിസ്റ്റിനകത്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഫയർ വുമൺ ലിസ്റ്റ് വൈകാതെ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് August 1 ചേർന്ന യോഗ തീരുമാനം അനുസരിച്ചാണ് നിലവിലിപ്പോൾ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും അതുപോലെ തന്നെ ഫയർ വുമൻ്റെയും ലിസ്റ്റുകൾ കേരള PSC വൈകാതെ തന്നെ പ്രസിദ്ധീകരിക്കാനായി തീരുമാനിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വൈകാതെ എന്ന് പറയുന്നത് എത്രത്തോളം വൈകി അവർ പ്രസിദ്ധീകരിക്കുമെന്നുള്ളത് കേരള PSCക്ക് മാത്രമേ അറിയാവൂ. പക്ഷേ നമ്മുടെ വനിതാ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ലിസ്റ്റ് പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ LDCയുടെ നിയമനം ഒരു മാസത്തിനകത്ത് തന്നെ ഉണ്ടാവും എന്ന് നമ്മുടെ കേരള PSC അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 23,518 പേരാണ് നിലവിലിപ്പോൾ LDCയുടെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ സാധ്യതാ ലിസ്റ്റിനകത്ത് 175 പേര് കാണാനില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിലേക്ക് പ്രൊഫൈലിലേക്ക് മെസ്സേജ് പോയ 175 പേര് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പരാതികൾ നിങ്ങൾക്ക് കേരള PSC ആയിട്ട് ഡയറക്റ്റ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടവർ, സപ്ലിമെൻ്ററി ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടവർ, ഭിന്നശേഷി വിഭാഗത്തിനകത്ത് ഉൾപ്പെട്ടവർ, അതുപോലെ തന്നെ മുൻ ലിസ്റ്റിലും അതുപോലെ തന്നെ ഇപ്പോഴും എത്ര പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും ഈ ഒരു ടേബിളിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള ഒരു ആവശ്യം എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നോക്കുന്നത് നമ്മുടെ LDCയുടെ ലിസ്റ്റിന് തന്നെ പുനഃപരിശോധനാ കോപ്പിയുടെ അപേക്ഷ 45 ദിവസത്തിനകത്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഫീസ് വരുന്നത് 335 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ പുനഃപരിശോധനയ്ക്ക് 85 രൂപയാണ് ഫീസ് വരുന്നത്. ഇത് നിങ്ങൾ ഈ കാണുന്ന സ്റ്റേറ്റ് PSC എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രഷറിയിൽ ചെന്ന് പൈസ അടച്ച ശേഷം അതിൻ്റെ ചെല്ലാനും രസീതും സഹിതം എന്ത് ചെയ്യുക, കേരള PSCക്ക് അപേക്ഷ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അപേക്ഷാ ഫോം നമ്മുടെ കേരള PSCയുടെ സൈറ്റിനകത്ത് തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാകാനായിട്ട് 15 ദിവസത്തിനകത്ത് എന്ത് ചെയ്യുക, അപേക്ഷ കൊടുക്കുക. ഇതിനകത്ത് താല്പര്യമില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാകാനായിട്ട് എന്ത് ചെയ്യുക, 15 ദിവസത്തിനകത്ത് അപേക്ഷ കൊടുക്കാമെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സമുദായ വ്യത്യാസം അപേക്ഷ ഒരു മാസത്തിനകം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥിയുടെ പേരിന് നേരെ രേഖപ്പെടുത്തിയിട്ടുള്ള ജാതി അല്ലെങ്കിൽ സമുദായത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തു വരുത്താനായിട്ട് ഒരു മാസത്തിനകം അപേക്ഷ നൽകണമെന്ന് പറയുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയ ജാതി സമുദായത്തിൻ്റെയും ഹാജരാക്കിയ രേഖയുടെയും അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റുകൾ വന്നത്. എന്നിട്ടും ഇതിനകത്ത് തെറ്റ് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു മാസത്തിനകം എന്ത് ചെയ്യുക, അത് തിരുത്താനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വനിതാ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ളത് 3077 പേരാണ് നമ്മുടെ വനിതാ CPOയുടെ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് നമ്മൾ കണ്ടതാണ് 45 അല്ലേ. കഴിഞ്ഞ വർഷവും 45 പോയിൻറ്റ് സംതിങ് ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെയും കട്ട് ഓഫ്. ഇപ്രാവശ്യം ഏകദേശം ആ കട്ട് ഓഫ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ലിസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാവും. കാരണം നമ്മുടെ വനിതാ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ആദ്യം വരുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും CPOയുടെ ലിസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കേരള PSCയുടെ സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് PSCയുടെ ഓൺലൈൻ സേവനങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മുടങ്ങുമെന്ന് പറയുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിൽ സ്ഥാപിച്ചിട്ടുള്ള തുളസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സ്റ്റേറ്റ് സെർവർ മാറ്റി സ്ഥാപിക്കുന്നത് കാരണം August 8-നും August 9-നും ഒറ്റത്തവണ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ്, പ്രൊഫൈൽ രജിസ്ട്രേഷൻ, ലോഗിൻ എന്നിവ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ PSC ബ്ലോക്ക് ചെയ്തു അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ സെർവറിലേക്കുള്ള പ്രശ്നങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് ലോഗിൻ ആവാൻ കഴിയാത്തതെന്ന് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കേരള PSC
PSC ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് PSC 36 തസ്തികകളിലേക്ക് വിജ്ഞാപനം ഉടനെ വരുന്നു എന്നാണ്. അപ്പോൾ പ്രധാന വിജ്ഞാപനം എന്ന് പറയുന്നത് ജനറൽ സംസ്ഥാന തലത്തിലേക്ക് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള പോളിടെക്നിക്കിലേക്കുള്ള ലെക്ചറർ, അതുപോലെ തന്നെ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിനിലേക്കുള്ള മെഡിക്കൽ ഓഫീസർ, അതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കുള്ള ജൂനിയർ മാനേജർ, ക്വാളിറ്റി അഷുറൻസ് ലെജിസ്ലേച്ചർ, സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഗ്രേഡ് 2, അങ്ങനെ കുറച്ചധികം തസ്തികകൾ നമുക്ക് നിലവിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജനറൽ ജില്ലാ തലത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 36 പുതിയ തസ്തികകളിലേക്കാണ് കേരള PSC നിലവിലിപ്പോൾ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ നിലവിലിപ്പോൾ വിജ്ഞാപനങ്ങൾ ഉടനെ തന്നെ ഇറക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ചത്തെ PSCയുടെ വിജ്ഞാപനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഫിസിക്കലൊക്കെ എപ്പോൾ ഉണ്ടാകുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിലവിൽ നമ്മുടെ കേരള PSCയും കേരള പോലീസും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ് ഗ്രൗണ്ടുകളും അതുപോലെ തന്നെ വലിയ വലിയ ഗ്രൗണ്ടുകളൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് ചെയ്തത് നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ആദ്യം ഉണ്ടാവുക ഫയർവുമൻ്റെ ഫിസിക്കലാണ് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അതിനുശേഷം എക്സൈസ്, അതിനുശേഷം CPO ആ ഒരു ലെവലിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാനായി കഴിഞ്ഞത്. എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഫിസിക്കലിൻ്റെ കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട്. ഉടനെ തന്നെ ഫിസിക്കൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് പേര് സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ കട്ട് ഓഫ് എത്രയൊക്കെ വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും നിലവിലിപ്പോൾ ഒന്നും പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. കാര്യം നമ്മളാരും നമ്മുടെ SIയുടെ കട്ട് ഓഫ് ഒക്കെ 55 ആ ലെവൽ വന്നിട്ടുണ്ടല്ലേ, 45 പ്ലസ് 48 55 ആ ഒരു ലെവലിനകത്ത് വന്നിട്ടുണ്ട്. ആരും സബ് ഇൻസ്പെക്ടറിൻ്റെ ഒരു പ്രിലിമിനറിയുടെ കട്ട് ഓഫ് ഈ ലെവലിലേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എല്ലാവരും വളരെ കുറഞ്ഞ റേഞ്ച് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കും പോലെ നല്ല കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന +2 ലെവൽ പ്രിലിമിനറി അതിൻ്റെയും കട്ട് ഓഫ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ പറയാനായിട്ട് പറ്റത്തില്ല. നമുക്കൊരു റേഞ്ച് പോലും ഇപ്പോൾ നിലവിൽ പറയാനായിട്ട് പറ്റത്തില്ല. കാര്യം കഴിഞ്ഞ എക്സാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നല്ലേ, നമ്മുടെ +2 പ്രിലിമിനറിയുടെ ഫസ്റ്റ് ഫേസ് എക്സാം നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ GKയും അതുപോലെ തന്നെ ബാക്കി പോർഷൻസ് എല്ലാം ഈവൻ നമ്മുടെ ഇംഗ്ലീഷിനകത്ത് വരെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. എന്തായാലും പുതിയ പാറ്റേൺസ് ഒക്കെയാണ് കേരള PSC കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അതനുസരിച്ച് മാറിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും പുതിയ വാർത്തകളോ അപ്ഡേറ്റുകളോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിന് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.